ദീപക്, ഈ ദാരുണ സംഭവം ഉണ്ടായത് അതിനുശേഷം ആ വാർത്ത പുറം ലോകത്തെ അറിയിച്ചത് ദീപക്കാണ്. യഥാർത്ഥത്തിൽ നമ്മളെയൊക്കെ ഒരുപാട് വിഷമിപ്പിക്കുന്ന, വേദനിപ്പിക്കുന്ന ഒരു വാർത്ത കൂടിയായി മാറി അത്. ഇപ്പോൾ ഇതിലെ കാരണങ്ങൾ എന്താകാം? ഇതിലേതെങ്കിലും തരത്തിൽ അനാസ്ഥയുണ്ടായിട്ടുണ്ടോ അധികൃതരുടെ ഭാഗത്തു നിന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. നിർജ്ജലീകരണം അടക്കമുള്ള കാരണങ്ങൾ. അത് ഇത്രയും മണിക്കൂർ ജലം ലഭിക്കാതെ, ആനയ്ക്ക് കിട്ടേണ്ടുന്ന വെള്ളമുണ്ട്, അതിനൊരു കണക്കൊക്കെ ഉണ്ട്. ഒരു ദിവസം ഏതാണ്ട് 30 ലിറ്ററിന് മുകളിൽ വെള്ളം എന്നൊക്കെയുള്ള കണക്കുണ്ട്. അപ്പോൾ അതൊന്നും ലഭിക്കാതെ ഉള്ള മരണമായിരുന്നോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഉയരുന്നു. അത് ഇടയ്ക്കിടെ മണ്ണ് ദേഹത്തേക്ക് വാരിയിടുന്നത് നമ്മൾ ഇന്നലെ പലതവണ ദൃശ്യങ്ങളിൽ കണ്ടതാണ്. അതൊക്കെ നൽകിയ സൂചന എന്താണ് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. ഏതായാലും വളരെ പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളിലേക്ക് കൂടി ഇത് വഴിവെക്കുന്നില്ലേ ഈ സംഭവം? അതിന് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒന്ന്, ഇതിന്റെ പോസ്റ്റ്മോർട്ടം നടക്കുകയും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരികയും തന്നെയാണ് ഇതിലേറ്റവും നിർണായകമായ കാര്യം. ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരുന്നത് വരെ ബാക്കിയെല്ലാം തന്നെ പ്രഡിക്ഷനുകളാണ്. അതായത് സാധ്യതാ പ്രവചനങ്ങളും വിലയിരുത്തലുകളും നിരീക്ഷണങ്ങളും മാത്രമാണ്. പക്ഷെ ഒരു കാര്യം വളരെ കൃത്യമായി നമുക്ക് പറയാൻ സാധിക്കും. ഈ ആനയുടെ മരണകാരണം, അതായത് ആന ചെരിയാൻ കാരണമായതിൽ ഒരു ഘടകം മയക്കുവെടി ആയിട്ടുണ്ടാകും എന്നുള്ളത് തീർച്ചയാണ്. കാരണം അതിന്റെ കാരണം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒന്ന്, ഇതിൽ ഏതെങ്കിലും രീതിയിലുള്ള മയക്കുവെടിയുടെ അളവ്, തോത് വ്യത്യാസമുണ്ടാവൽ. അതുപോലെ തന്നെ ഈ മയക്കുവെടിയിൽ 2 തരത്തിലുള്ള മരുന്ന് ഉപയോഗിച്ചിട്ടുണ്ടാവാം. ഇത്തരം ഘടകങ്ങൾ ചിലപ്പോൾ ഇതിന് കാരണമായിട്ടുണ്ടാകാം. ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മാത്രമേ പുറത്തു വരികയുള്ളൂ. അനുജ, ഇതിൽ ഒരു കാര്യം കൂടി ദീപക്, ഈ റേഡിയോ കോളർ ഘടിപ്പിച്ച ആനയാണ് എന്നതുകൂടി വളരെ പ്രധാനപ്പെട്ടതാണ്. ആ റേഡിയോ കോളർ ഘടിപ്പിക്കുന്നതിന് പിന്നിൽ ചില ലക്ഷ്യങ്ങൾ കൂടിയുണ്ട്. അതിനെ കൃത്യമായി നിരീക്ഷിക്കുക, ആ വിവരങ്ങളൊക്കെ അറിയിക്കുക എന്നതൊക്കെ. ഇതിലൊക്കെ എവിടെയെങ്കിലും ഒരു പിഴവ് സംഭവിച്ചിട്ടുണ്ടോ എന്നത് കൂടി നമ്മൾക്കൊരു പക്ഷേ ഈ ദാരുണ സംഭവത്തിലൂടെ അതിൽ ഉയരുന്ന ചോദ്യങ്ങളിൽ ഒന്നായി ഇതും മാറുകയല്ലേ? അതിലെന്തെങ്കിലുമൊക്കെ അനാസ്ഥ ഉണ്ടായിട്ടുണ്ടോ എന്നതും അത്തരം കാര്യങ്ങൾ കൂടി പരിശോധിക്കപ്പെടേണ്ടതാണ്. പക്ഷേ അതിൽ ഒരു സാങ്കേതികമായ ഒരു പ്രശ്നമുണ്ട്. കാരണം ഈ കോളർ ID ഘടിപ്പിച്ചതിൻ്റെ സർവർ അത് മോണിറ്റർ ചെയ്യുന്നത് കർണാടകമാണ്. ഇത് കോളർ ID ഘടിപ്പിക്കുന്നത്. കോളർ ID ഘടിപ്പിക്കാനുണ്ടായ സാഹചര്യം, ഈ തണ്ണീർക്കൊമ്പൻ മാനന്തവാടിയിൽ ശാന്തനായിരുന്നുവെങ്കിൽ രൗദ്രഭാവത്തിൽ നിറഞ്ഞാടി വിറപ്പിക്കുകയായിരുന്നു കർണാടകത്തിൽ. അങ്ങനെയാണ് മൈസൂരിനടുത്തു നിന്നും പിടിച്ച് മയക്കുവെടി വെച്ച് പിടിച്ചു. അങ്ങനെ അതിനുശേഷം ഈ കോളർ ID ഘടിപ്പിക്കലാണ്. ഈ കോളർ ID ഘടിപ്പിച്ച് ഈ ആനയുടെ ഗതി നിർണ്ണയിക്കലിൻ്റെ വിവരങ്ങൾ സർവറിൽ ലഭിക്കുന്ന മുറയ്ക്ക് അത് മോണിറ്റർ ചെയ്യേണ്ടതാണ്. പക്ഷേ എന്നാൽ ഇന്നലെ കാലത്ത് പുലർച്ചെ 3 മണിക്ക് ലഭിക്കുന്ന ഒരു വിവരമാണ് കേരളത്തിന് ഏതാണ്ട് 5 മണിയോടുകൂടി കർണാടക വനം വകുപ്പ് അറിയിക്കുന്നത്. കാരണം ഈ അതിർത്തി പങ്കിടുന്ന വനമേഖലയിൽ ഇത് അന്തർ സംസ്ഥാന ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ 2 കൂട്ടർ തമ്മിലുള്ള ചർച്ചകളുടെ അടിസ്ഥാനത്തിലൊക്കെയാണ് ഇത്തരം നിരീക്ഷണങ്ങൾ നടക്കുന്നത്. ഒരു സുരക്ഷാ ക്രമീകരണം അത്തരത്തിൽ ഈ വനം വകുപ്പിൻ്റെ മേലുദ്യോഗസ്ഥന്മാർ തമ്മിൽ സംയുക്തമായ കമ്മിറ്റികൾ വരെ നിലവിലുണ്ട്. ഈ അന്തർ സംസ്ഥാന റിസർവ് വന മേഖലയിലെ നിരീക്ഷണം ഒക്കെ ശക്തമാക്കുന്നതിൻ്റെ ഭാഗമായി. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ കോളർ ഘടിപ്പിച്ചു എന്നതുകൊണ്ട് തന്നെ ആനയുടെ ആരോഗ്യനിലയെക്കുറിച്ച് കൃത്യമായി വിവരം ലഭിക്കില്ല. കാരണം ആനയുടെ പൾസ് റേറ്റോ അല്ലെങ്കിൽ ആനയ്ക്ക് മറ്റെന്തെങ്കിലും അസുഖമുണ്ടോ എന്നുള്ളതും ധരിപ്പിക്കാൻ കൃത്യമായി വിലയിരുത്താൻ സാധിക്കില്ല. പിന്നീടുള്ളത് ആനയുടെ ഗതി നിർണ്ണയിക്കൽ, ഒപ്പം തന്നെ ആനയുടെ ചലനത്തിന് വേഗം കുറയുമ്പോൾ അല്ലെങ്കിൽ തീരെ ചലിക്കാതിരിക്കുമ്പോഴുള്ള അനുമാനങ്ങൾ മാത്രമാണ്. അതും ഉൾക്കാട്ടിൽ ഈ കേരളത്തിൻ്റെയും കർണാടകത്തിൻ്റെയും ഇടയിൽ ഈ റേഞ്ച് തീരെ ഇല്ലാത്ത മേഖലകളുണ്ട്. അത്തരം മേഖലകളിൽ നിന്നുള്ള മണിക്കൂറുകളോളമുള്ള സിഗ്നൽ ഈ കർണാടകത്തിലെ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത് ഏതാണ്ട് 7.5 മണിക്കൂറോളം ഇതിൻ്റെ സിഗ്നൽ ലഭ്യമായിട്ടില്ല എന്നുള്ളതാണ്. അവർ ഔദ്യോഗികമായി വിവരം പുറത്തുവിടുന്നില്ല. പക്ഷേ അനൗദ്യോഗികമായി അത് കേരളത്തിലെ മുതിർന്ന IFS ഓഫീസർമാരോട് അവർ പങ്കുവയ്ക്കുന്നുമുണ്ട്. അപ്പോൾ ഇതിലൊരു പ്രശ്നം, സാങ്കേതികമായി ഇതിനെ പൂർണ്ണമായി വിലയിരുത്തുക എന്നുള്ളത് ഇപ്പോൾ കൃത്യമായ ഒരു വ്യക്തതയിലല്ല. പക്ഷേ എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുമ്പോൾ ഈ ഹൃദയാഘാതമായിരിക്കും മരണകാരണം എന്നൊക്കെ അനുമാനിക്കാം. പിന്നെ നിർജ്ജലീകരണമായിരിക്കും, അതുപോലെ തന്നെ മയക്കിൻ്റെ അളവ് വൻതോതിൽ കൂടി. കാരണം ഇതിൽ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഒരു മയക്കുവെടി ഓപ്പറേഷനിൽ ഈ ആനയെ തളച്ചത് കർണാടകം. അത് കഴിഞ്ഞ് 2 ആഴ്ചക്കുള്ളിലാണ് രണ്ടാമത്തെ മയക്കുവെടി ഓപ്പറേഷൻ നടക്കുന്നത്. അപ്പോൾ ഈ മയക്ക് ഉപയോഗിച്ച മരുന്നുകൾ തമ്മിൽ വ്യത്യാസമുണ്ടോ, ഡോസേജിൽ വ്യത്യാസമുണ്ടോ, ഇതാണോ മരണകാരണം ഇടയാക്കിയത്, അതുപോലെ നിർജ്ജലീകരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. പക്ഷേ ഒരു കാര്യം അനുകൂലമായ ഘടകമുണ്ട്. കാരണം ഉച്ചസ്ഥായിയിൽ ചൂടുള്ള സമയത്ത് ഈ മയക്കുവെടി വെച്ചിട്ടില്ല എന്നുള്ളത് ആനയ്ക്ക് അനുകൂലമായ ഘടകമാണ്. കാരണം ചൂടുള്ള സമയത്ത് മയക്കുവെടി വരുമ്പോൾ കൂടുതൽ ശരീരം താപം, ഉഷ്ണം, അതുപോലെ തളർന്നു പോകാൻ സാധ്യതയുണ്ട്. അതുണ്ടായിട്ടില്ല. ഒന്നാമത്തെ മയക്കുവെടിയിൽ ആന കുലുങ്ങിയില്ല. രണ്ടാമത്തെ മയക്കുവെടിയിലാണ് ആനയ്ക്ക് അല്പമെങ്കിലും ഒരു മയക്ക് വന്നത് എന്നുള്ളതും ആന ആരോഗ്യവാനായിരുന്നു.
ശരി, ഏതായാലും ഒട്ടേറെ ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം പോസ്റ്റ്മോർട്ടം നടപടികൾ അവസാനിച്ച് അതിന്റെ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ലഭിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.